നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെറും ഒരു പായ വിരിച്ച്, ഒരു ബെഡും ഇല്ലാതെ വെറും ഒരു പായ വിരിച്ച് കിടന്നപ്പോ ആ പായയുടെ അടയാളങ്ങൾ ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും പതിച്ചു. സ്വഹാബത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, നബിയെ, ഞങ്ങൾ തങ്ങൾക്ക് വേണ്ടി നല്ല കിടന്നുറങ്ങാൻ പറ്റിയ ഒരു മെത്ത, ഒരു ബെഡ് ഉണ്ടാക്കി തരട്ടെ എന്ന് ചോദിക്കുമ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുന്ന ഒരു മറുപടിയുണ്ട്, മാലി വലി ദുനിയ, എനിക്കെന്തിനാണ് ഈ ദുനിയ? ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് ഒരു യാത്രക്കാരൻ യാത്രക്കിടയിൽ വിശ്രമിക്കാൻ വേണ്ടി ഒരു മരച്ചുവട്ടിൽ അഭയം തേടിയാൽ അയാൾ എത്ര നേരായിരിക്കും ആ മരച്ചുവട്ടിൽ വിശ്രമിക്കുക? ചുരുങ്ങിയ സമയല്ലേ? അതുപോലെയാണ് ഈ ദുനിയാവിലെ എന്റെ ജീവിതം. തൽക്കാലം വിശ്രമിക്കാൻ ഇറങ്ങിയ ഒരു മരച്ചുവട്ടിലെ ജീവിതം പോലെ തുച്ഛമായ ഈ ജീവിതത്തിൽ എനിക്കെന്തിനാണ് ദുനിയാവ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ച, നബി തങ്ങൾ കൊടുത്ത മറുപടി സ്വഹീഹുൽ ബുഖാരിയിൽ അടക്കമുണ്ട്. അങ്ങനെയായിരുന്നു നബിമാരുടെയും പ്രവാചകന്മാരുടെയൊക്കെ ജീവിതം. ആ ജീവിതമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകന്മാരിൽ നിന്ന് നേടിയെടുത്തിട്ട് അള്ളാഹു നമ്മളോട് പറയാ, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നിങ്ങൾക്ക് റബ്ബിന്റെ പൊരുത്തം കിട്ടണോ? ആ നബിതങ്ങളുടെ സ്വഭാവം നിങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരണം. നബിതങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പ്രവാചകന്മാർക്കും ഉള്ള ഏറ്റവും നല്ല സ്വഭാവമാണ്. അപ്പൊ ആ സ്വഭാവം നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് നമ്മൾ അള്ളാന്റെ മുഹിബ്ബീങ്ങളായി തീരുന്നത്.